ത്രിയേക ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വീണ്ടും പ്രഭാതത്തിലേക്ക് ഏവർക്കും സ്വാഗതം. 46-ാം സങ്കീർത്തനം, അതിൻ്റെ 1-ാം വാക്യം. ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. ഒരു ടീനേജ് ബാലൻ, 10-15 വയസ്സ് കാണും. അവന് ഒരു നായ്ക്കുട്ടിയെ വേണം. അതിനായിട്ട് അവന് ഒരു പെറ്റ് ഷോപ്പിലേക്ക്, വളർത്തുനായ്ക്കളെയൊക്കെ വിൽക്കുന്ന ഒരു ഷോപ്പിലേക്ക് പോകുന്നു. അപ്പോൾ ഉടനെ തന്നെ ആ ഷോപ്പുടമ അവനെ വലിയൊരു ഹാളിലേക്ക് അവനെ പ്രവേശിപ്പിക്കുന്നു. അവിടെ അവന് വിവിധ ഇനം നായ്ക്കുട്ടികളെ കാണുന്നു. എല്ലാം അതിമനോഹരങ്ങളാണ്, കൂടിയ ഇനം ബ്രീഡുകളാണ്. അവനെ കണ്ട ഉടനെ തന്നെ ചിലത് ഓടി വന്ന് അവനെ നക്കുന്നു, അവൻ്റെ ദേഹത്തേക്ക് ഓടി കയറാൻ ശ്രമിക്കുന്നു. ചിലത് അവനെ തൊട്ടിട്ട് ഓടിക്കളിക്കുന്നു, കുസൃതി കാണിക്കുന്നു. ചിലത് പിന്നെയും വന്ന് അവൻ്റെ ദേഹത്തോട് ചാടി കയറുന്നു. അപ്പം അങ്ങനെ എല്ലാത്തിനെയും അവൻ ഇഷ്ടപ്പെട്ടു. ഏതിനെ തിരഞ്ഞെടുക്കണം എന്നുള്ള ഒരു ആശയക്കുഴപ്പത്തിലാണ് ഇപ്പോൾ അവൻ. കരിമ്പിൻ തോട്ടത്തിലൊക്കെ ചെന്നിട്ട് ഏത് കരിമ്പ് പൊടിക്കണം എന്നുള്ളൊരു ആശയക്കുഴപ്പത്തിലായ പോലെ ഒരു ആശയക്കുഴപ്പം. അവൻ വീണ്ടും ഓരോന്നിനെ വീക്ഷിക്കണം. അവന് ഒരു നായ്ക്കുട്ടിയെ മതി താൻ. അങ്ങനെ അവന് ഇങ്ങനെ ഓരോന്നിനെ വീക്ഷിച്ച് ഇങ്ങനെ ഇല്ലുമ്പോൾ ഒരു കോർണറിൽ, ഒരു മൂലയ്ക്ക് അതിമനോഹരമായ ഒരു നായ്ക്കുട്ടി ഒറ്റയ്ക്കിരുന്ന് അവനെ നോക്കി ചിരിക്കുകയാണ്. അപ്പം അവന് ആ ഷോപ്പുടമയോട് ചോദിച്ചു, എന്താണ് അത് ഒറ്റയ്ക്ക് അവിടെ ഇരിക്കുന്നത്? ഷോപ്പുടമ പറഞ്ഞു, അതിനെ വിൽക്കാനുള്ളതല്ല, അതുമല്ല അതിനെ ആരും വാങ്ങിക്കത്തുമില്ല. കാരണം അതിൻ്റെ 2 കാലുകളും പിൻകാലുകളും ഉടന്താണ്. ഇവയോടുകൂടെ ഇതിൻ്റെ കൂടെയൊക്കെ അതിന് ഓടിക്കളിക്കാൻ പറ്റത്തില്ല എന്ന് പറയും. അപ്പോൾ ആ ബാലന് ആ നായ്ക്കുട്ടിയുടെ അടുത്തേക്ക് ചെന്നപ്പം പെട്ടെന്ന് ഒരാളടുത്തേക്ക് വന്നപ്പം വളരെ സന്തോഷത്തോടെ അതിങ്ങനെ വാലോട്ടൊക്കെ ആട്ടി ചെവിയൊക്കെ ഇട്ട് ആട്ടി അവൻ്റെ അടുക്കിലേക്ക് ഏന്തി വരാൻ ശ്രമിക്കുകയാണ്. പെട്ടെന്ന് അവൻ ഓടിച്ചെന്ന് അതിനെ എടുത്തു, അതിൻ്റെ തലയിലൊക്കെ തലോടി ഒരു ഉമ്മയൊക്കെ കൊടുത്തു. എന്നിട്ട് ആ ഷോപ്പുടമയോട് പറഞ്ഞു, എനിക്കിതിനെ മതി. സത്യത്തിൽ ഷോപ്പുടമ ഞെട്ടിപ്പോയി. ഷോപ്പുടമ പറഞ്ഞു, അതെന്താ ഇതിനെ മതിയാത്തത്? അതിൻ്റെ പൈസ ഇല്ലാത്തതുകൊണ്ടാണെങ്കിൽ, പൈസ കുറവാണെങ്കിൽ അത് വെറുതെ കൊണ്ടുപോകും. ഷോപ്പുടമ കരുതിയത് അതിന് പൈസ ഇല്ലായിരിക്കും, പൈസ കുറവായിരിക്കും, അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഒന്നിനെ, ഒരു മുടന്തിനെ തിരഞ്ഞെടുത്തതെന്നാണ്. അപ്പം ബാലൻ പറഞ്ഞു, അല്ലല്ല, ഈ ഇനം ബ്രീഡിന് എത്ര രൂപയാണോ നിങ്ങൾ വാങ്ങിക്കുന്നത് അത്രയും പൈസ വാങ്ങിക്കാതെ ഞാനിതിനെ കൊണ്ടുപോകില്ലെന്ന് പറഞ്ഞു. ഒടുവിൽ ആ ബാലൻ്റെ നിർബന്ധത്തിന് വഴങ്ങി ആ ഇനം ബ്രീഡിന് എത്ര രൂപയാണോ വാങ്ങിക്കേണ്ടത് അത്രയും വാങ്ങിച്ച് ഈ ഷോപ്പുടമ ആ നായ്ക്കുട്ടിയെ ഈ ബാലന് കൊടുത്തു. അതുമായിട്ട് ഷോപ്പിൻ്റെ പടി ഇറങ്ങുമ്പോൾ ഈ ഷോപ്പുടമയ്ക്ക് ഒരു കൗതുകം, എന്തുകൊണ്ടാണ് ഈ മുടന്തുള്ള നായ്ക്കുട്ടിയെ അവൻ തിരഞ്ഞെടുത്തത്? അപ്പം അങ്ങനെ ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, എൻ്റെ കൂടെ ഓടിക്കളിക്കാൻ എവനെ പറ്റുകയുള്ളൂ, മറ്റുള്ളതിൻ്റെ കൂടെ ഓടിക്കളിക്കാൻ എനിക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് അവൻ്റെ പാൻസിൻ്റെ കാലുകൾ, വലതുകാല് പൊക്കി കാണിച്ചു. അപ്പോൾ നോക്കിയപ്പം അതൊരു കൃത്രിമ കാലാണ്, അവനും മുടന്തനാണ്, ഒരു കാലില്ല. പ്രിയമുള്ളവരെ, പൗലോസ്ലീഹ തിമോത്തിയോസിന് ലേഖനം എഴുതി അവസാനിപ്പിക്കുമ്പോൾ അവിടെ വളരെ മാനസിക വിഷമത്തോടെ പറയുന്ന ഒരു കാര്യമുണ്ട്. എല്ലാവരും എന്നെ വിട്ടുപോയി, ആരും എനിക്ക് തുണ നിന്നില്ല. 2 തിമോത്തിയോസ് 16-ാം അധ്യായത്തിൽ പറയാണ്, ആരും എനിക്ക് തുണ നിന്നില്ല, എല്ലാവരും എന്നെ വിട്ടുപോയി, എന്നാൽ കർത്താവ് എനിക്ക് തുണ നിന്നു. എനിക്ക് കർത്താവ് തുണ നിന്നു. പ്രിയമുള്ളവരെ, ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ പ്രസക്തമായ ഒരു വേദവചനമാണിത്. നമ്മുടെ കഷ്ടങ്ങളിലും പ്രയാസങ്ങളിലും നമ്മുടെ വീട്ടുകാരും നാട്ടുകാരും കൂട്ടുകാരും ഒക്കെ നമ്മെ വിട്ടുപോയെന്നിരിക്കും. നമ്മുടെ പ്രതിസന്ധികളിൽ നമ്മുടെ ആത്മാർത്ഥ സുഹൃത്തുക്കളും നമ്മുടെ കൂടപ്പിറപ്പുകളും ഒക്കെ നമ്മൾ ഉപേക്ഷിച്ച് നിന്നിരിക്കും. എന്നാൽ നമുക്ക് സങ്കേതമായി, തുണയായി, നമുക്കൊരു ബലമായി നമ്മുടെ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ളതാണ് സത്യം. ഈ ഗോത്രപിതാവായ യോസഫ് ആ പ്രതിസന്ധിയുടെ ആഴക്കുഴിയിൽ നിന്ന് മേലോട്ട് നോക്കി സഹായത്തിനെ വിളിച്ചപ്പോൾ അവിടെ കൈനീട്ടി സഹായിക്കാൻ വരുന്ന, പിടിച്ചുയർത്താൻ വരുന്ന ഒരു ദൈവം നമുക്കുണ്ടെന്നുള്ള ബോധ്യം നമ്മെ ഭരിക്കട്ടെ. അതുകൊണ്ട് ഏത് പ്രയാസങ്ങളായിക്കോട്ടെ, ഏത് പ്രതിസന്ധി ആയിക്കോട്ടെ, അവിടെ നമ്മളെ ഏകനായി വിടാത്ത ഒരു ദൈവം നമുക്കുണ്ട്. തുണയായി, സങ്കേതമായ, ബലമായ ഒരു ദൈവമുണ്ടെന്നുള്ള പ്രത്യാശയിൽ നമുക്ക് ജീവിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.